തുടച്ചു കഴിഞ്ഞോ? അമ്പലത്തിൽ വരാറുണ്ടോ? വരാറുണ്ട്. എല്ലാം തോലച്ചു. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. നിന്നോടുള്ള ഇംപ്രഷൻ മൊത്തം പോയി. അതെന്താ? എന്താണോ ദൈവത്തിന് കൈക്കൂലി കൊടുത്തിട്ടൊരു ബിസിനസ് ഡീൽ. ബിസിനസ് ഡീൽ? ആവശ്യത്തിന് പണം, സക്സസ്, ആരോഗ്യം, ഇതൊന്നും ദൈവം തരില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും തൊഴാൻ വരുമോ? ഇല്ല. അങ്ങനെ ആയിപ്പോയി. കാര്യം നടന്ന ഭണ്ഡാരത്തിൽ കാശ് വീഴും, ഇല്ലെങ്കിൽ ഇല്ല. ഓരോരുത്തർ സാഷ്ടാംഗം വീണ് ദൈവമേ ഞാൻ ഇന്ന് നന്നായിരിക്കണം, ഞാൻ നാളെ നന്നായിരിക്കണം, ഞാൻ എന്നും നന്നായിരിക്കണം എന്നല്ല എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ നീ നന്നായിരിക്കണം, നിന്റെ ആരോഗ്യം നന്നായിരിക്കണം എന്നാരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. സ്വാർത്ഥത. മനുഷ്യരെല്ലാവരും ഒരുപോലെ സ്വാർത്ഥര. അക്കൂട്ടത്തിൽ നീയും പെടും. ഞാൻ വിട്ടു. എനിക്ക് നിന്നെ വേണ്ട, നിന്റെ സ്നേഹവും വേണ്ട. നീ നിന്റെ കാര്യം നോക്കും. ഹലോ, നിന്റെ ഇഷ്ടത്തിന് എവിടുന്നോ വന്ന് എന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് സില്ലി ആയിട്ടുള്ള ഒരു കാരണം പറഞ്ഞ് ഒഴിവാകാൻ നോക്ക. നീ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സ് എത്ര വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലാവില്ല. സത്യത്തിൽ നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിന്നെ ആദ്യമായി കണ്ട ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നിന്റെ ഓരോ വാക്കും എന്റെ മനസ്സിലേറ്റി ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലെ എഴുതി ഇപ്പോഴാണ് ഞാൻ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയത്. എന്നിട്ടൊന്ന് കണ്ണ് ചിമ്മുമ്പോഴേക്കും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ. നിന്റെ ദൂഷ്യങ്ങളൊക്കെ മറന്ന് പോസിറ്റീവായി ആലോചിച്ച് നിന്നെ ആത്മാർത്ഥമായി അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയതാ ഞാൻ. പോണെങ്കിൽ പൊയ്ക്കൊന്ന. എനിക്ക് കുറച്ച് സമയം വേണം. നിന്റെ ക്യാരക്ടറിൽ എനിക്ക് വിശ്വാസം പോരാ. അത് പറയേണ്ടത് ഞാനാണ്, നീയല്ല. ദൈവമേ, അവന് ബ്രെയിൻ ഇത്തിരി കൂടിപ്പോയി. അതിന് കുറച്ച് കട്ട് ചെയ്ത് നിന്റെ കൺട്രോളിൽ വെച്ചൂടെ? ഇനിയിപ്പോ വട്ടായി പോയാലും സാരമില്ല, ഞാൻ അവനെ നോയിക്കോളാം. പ്ലീസ് ഈ ഒരു ഉപകാരം ചെയ്യൂ കൃഷ്ണ. അതിന്റെ ഇടയില് നിന്റെ ആരോഗ്യം കൂടി ഒന്ന് നോയിക്കോണേ. मुंबई अपना अड्डा ढोल, आग है हर रास्ते अब ढोल, जान पे खतरा है अब ढोल। मुंबई रात भर यहाँ